ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ CI ആകെ നല്ലൊരു കലിപ്പിൽ തന്നെയാണ് ആള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. SI അവിടെ പറയുന്നുണ്ട്, എന്തായാലും ആ ചന്ദ്രസേനന്റെ മകൻ കിരൺ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്, അതുകൊണ്ട് അയാളെ എന്തായാലും ഞാൻ പുറത്തു കൊണ്ടുവരും, അതിന്റെ പിന്നിലെ സത്യാവസ്ഥ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും, അടുത്ത കോടതി കൂടുമ്പോൾ കാണാം അവർ പ്രതികളായി നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും SI പറഞ്ഞു നോക്കുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ, കാരണം നമ്മളിത് കോടതിയിൽ കൊണ്ടുപോയിട്ട് കോടതി തന്നെ ഈ കേസ് തള്ളിക്കളഞ്ഞതല്ലേ. തന്നെയല്ല, ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആള് നമ്മളിപ്പോ രക്ഷപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അതിലും ഭേദം നമുക്കത് വിട്ട് കളയുന്നതല്ലേ സാറേ. പിന്നെ സാർ ഇതിന്റെ പുറകെയൊക്കെ ആയിട്ട് പോയതല്ലേ, പിന്നെ അപ്പോഴും സാറിന് ഈ ഒരു ഗതി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് നിൽക്കുകയാണ്. താൻ ഒന്നും മിണ്ടണ്ട, താന് ഞാൻ പറഞ്ഞത് കേട്ടാ മതി, എന്റെ ഓർഡറാണിത് എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ SIയോട് ചൂടാവുകയാണ് CIയും. അതുപോലെ തന്നെ CI പറയുന്നുണ്ട്, എന്തായാലും ആ കിരണിന്റെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടായിരിക്കും ആ ശവം, അതുകൊണ്ട് അവിടെ നിന്നും അത് എടുത്ത് അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ SI പറയുന്നുണ്ട്, സാറ് നഴ്സറിലൊക്കെ പോയിട്ട് അന്വേഷിച്ചതല്ലേ, അപ്പോൾ ആ തെങ്ങും തയ്യേ ഇപ്പൊ അടുത്ത് കൊണ്ടുവച്ചെന്നല്ലേ അയാൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കല്യാണി സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് ഈ സ്റ്റെഫി. അവൾ അവിടെ കാണാൻ ചെല്ലുകയും സ്റ്റെഫിയുടെ വായിൽ നിന്നാണ് കല്യാണി സത്യങ്ങളൊക്കെ അറിയുന്നത്, കിരണിനെയും മറ്റുള്ളവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം. അങ്ങനെ അതൊക്കെ അറിയുമ്പോൾ കല്യാണിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ആകുന്നുണ്ട്. എന്തായാലും ആ വന്ന നമ്മുടെ സ്റ്റെഫിയെ നമ്മുടെ കാദംബരിയും അതുപോലെ തന്നെ ബൈജുവും കൂടിയിട്ട് അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ്. ബൈജുവിന്റെ കയ്യിലൊരു കത്തിയാണുള്ളത്, അത് ആപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കത്തിയാണ്. പോകുന്നതിന് മുമ്പ് സ്റ്റെഫി കല്യാണിയെ വെല്ലുവിളിക്കുകയാണ്, നോക്കിക്കോടി, എന്റെ ഗംഗയുടെയൊക്കെ ആൾക്കാർ പുറത്തുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, നീ ഈ കൊത്തു കിട്ടി നീ രക്ഷപ്പെട്ടു അല്ലേ, പക്ഷേ നിനക്ക് മരണം ഒളിച്ചിരിപ്പുണ്ടടി എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സ്റ്റെഫി പുറത്തേക്ക് വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പൊ ആ സമയത്താണ് ഈ കിരണും രതീഷും വേലും കൂടി സംസാരിച്ച് നിൽക്കുന്നത്. അപ്പൊ രതീഷാണ് ആദ്യം തന്നെ ഇവളെ കാണുന്നത്. അപ്പൊ പെട്ടെന്ന് അവളും ഇവരെ കണ്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതേ സാറ് അതാരാ വരുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് കിരൺ. അപ്പൊ ആ സമയത്ത് ഇവൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണിക്ക് എന്തെങ്കിലും അപകടം വരുത്താൻ വേണ്ടി വന്നതാവും സാറേ എന്നിങ്ങനെ നമ്മുടെ രതീഷ് പറയുകയാണ്. അപ്പൊ അതേ സമയത്ത് അതെ, ചേച്ചിക്ക് എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടാവും, നമുക്ക് ചെന്ന് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബൈജു ഇങ്ങനെ പറയുന്നുണ്ട്. വേലുവും പറയുകയാണ്. എന്തായാലും അങ്ങനെ അവളെ ചെന്ന് ചോദ്യം ചെയ്യുകയാണ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് അവള് പറയുന്നുണ്ട്, എനിക്കെന്താ ഇവിടേക്ക് വരാൻ പാടില്ല, ഈ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പലരെയും കാണാൻ ഞാൻ വരും, അതെന്തിനാ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നല്ലാതെ നിന്റെ കാമുകന് കൊന്ന കേസ് കൊടുത്തിട്ട് എന്താ ഇടി ഉണ്ടായത്? ഞങ്ങൾ കണ്ട രക്ഷപ്പെട്ട് നടക്കുന്നത്, ഞങ്ങളുടെ പേരിൽ കേസില്ല, കോടതി വരെ തള്ളിക്കളഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞ് അവർ പരിഹസിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റെഫി പറയുന്നുണ്ട്, നോക്കിക്കോ, അടുത്ത കോടതി കൂടുതൽ എന്തായാലും CI നിങ്ങളെ വെറുതെ വിടില്ല, CIയെ കൂടിയാണ് നിങ്ങൾ കോടതിയിൽ അപമാനിച്ചു വിട്ടത്, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉടനെ തന്നെ ജയിലിലാകും, അതെനിക്ക് കാണാം ഉറപ്പായിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആടി കാണാൻ ഇനി ഒന്നുമില്ല, ഇനി എന്ത് കേസ്, ഇനി എന്ത് കോടതി, അതൊക്കെ തള്ളിക്കളഞ്ഞു, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കടി, അല്ലെങ്കിലേ നിനക്കും ആ ഗംഗപ്രസാദിന്റെയും അതുപോലെ ആ രാഹുലിന്റെയൊക്കെ അവസ്ഥ നിനക്കും ഉണ്ടാകൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളും പറയുന്നുണ്ട്, അതെ അങ്ങനെ എനിക്കുണ്ടാകില്ല, പക്ഷേ നിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് ആ ഒരു വിധി ഇല്ലാതെ നോക്കിക്കോ, ഗംഗയെ മാത്രമേ നിങ്ങൾ കൊന്നിട്ടുള്ളൂ, ഗംഗയുടെ ആൾക്കാർ പുറത്ത് തന്നെയുണ്ട്, ഞാൻ എന്തായാലും പരോള് ഇപ്പം അടുത്ത് എൻ്റെ കഴിയും, പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇവൾ ഇറങ്ങി പോകുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പോലീസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പോലീസ് ആണെങ്കിൽ വേഗം നമ്മുടെ കിരണിന്റെ വീട്ടുവളപ്പിലേക്കാണ് വരുന്നത്. അങ്ങനെ വീട്ടുവളപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ശാന്തേച്ചിയാണ് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, എന്തായാലും ഇവിടെ വേറെ ആരും ഇല്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല സാർ ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ CI ആണെങ്കിൽ കുറച്ച് പണിക്കാരും മണ്ണ് മാന്തുന്ന പണിക്കാരൊക്കെ കൊണ്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ 2-3 പോലീസുകാരും കൂടെയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ തെങ്ങും തൈ വെച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ് CI. അപ്പോൾ അവിടേക്ക് കിരണും രതീഷും ബൈജുവും അതുപോലെ ബൈജു അല്ല നമ്മുടെ രതീഷും വേലുവും അതുപോലെ അമലും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവരെല്ലാവരും നോക്കി നിൽക്കുക, ആ മണ്ണ് നമ്മുടെ ആ പോലീസ് അവിടെ നിന്ന് മണ്ണിങ്ങനെ കുഴിച്ചു മാന്തുകയാണ് ചെയ്യുന്നത്.
എന്തായാലും നമ്മുടെ വേലുവിനും അതുപോലെ രതീഷിനൊക്കെ നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അയ്യോ ഇതിവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡെഡ് ബോഡി കിട്ടും, അപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കഴിഞ്ഞാലും അതുപോലെ ഈ പറമ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു തെറ്റായി പോകും, അത് വലിയൊരു ഇതായി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കിരണിനൊക്കെ അറസ്റ്റ് ചെയ്യും എന്നുള്ള പേടിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സമയത്ത് ഇവരുടെ മുഖത്തെ പേടി കാണുമ്പോൾ സി ആണെങ്കിൽ പുച്ഛത്തോടു കൂടി പരിഹാസ ചിരിയോടുകൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പണിക്കാർ പണി തുടങ്ങിയിരിക്കുകയാണ്. മണ്ണ് മാന്തി മാന്തി അങ്ങനെ ആദ്യം തന്നെ ആ വെച്ചിട്ടുള്ള തെങ്ങും തൈയാണ് എടുത്ത് പറിച്ച് കളയുന്നത്. അതിനുശേഷം അവരങ്ങനെ മാന്തുന്നുണ്ട്. അങ്ങനെ കുറേ ആഴത്തിൽ, നല്ല ആഴത്തിൽ തന്നെയാണ് അവരത് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ മാന്തി മാന്തി കുറേ മാന്തണ സമയത്തും ആ ഡെഡ് ബോഡി അവിടെ കാണുന്നില്ല. ഡെഡ് ബോഡി അവിടെ നിന്നും നമ്മുടെ കിരൺ ആരും അറിയാതെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ രതീഷും അതുപോലെ വേലുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ. എന്തായാലും നമ്മുടെ കിരൺ അത് അവിടെ നിന്നും എടുത്തു മാറ്റിയിട്ട് കിരൺ അത് ഇതുപോലെ ഇപ്പോൾ രാഹുലിന് എന്താണ് സംഭവിച്ചത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാകും. മൃഗങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും, തെളിവ് സഹിതം ഒന്നും കിട്ടാത്ത രീതിയിലാക്കിയിട്ടുണ്ടാകും. അതിനുവേണ്ടി അത് തൻ്റെ ജീവിതത്തിനും തൻ്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടി അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും പോലീസൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ CI വീണ്ടും വളരെ ദേഷ്യത്തോടു കൂടി തനിക്ക് അവിടെ നിന്ന് തെളിവുകളൊന്നും കിട്ടിയില്ലല്ലോ, തന്റെ പ്രതീക്ഷയൊക്കെ തകർന്നു പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ കിരൺ ചോദിക്കുന്നുണ്ട് എന്താ സാറേ കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ലേ സാറിന്? സാറ് വലിയ ആവശ്യത്തോടു കൂടിയാണല്ലോ ഇവിടെ വന്ന് കുഴിച്ചത്, എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്? ഞങ്ങളെ വീണ്ടും ജയിലിൽ അടയ്ക്കാമെന്ന് വിചാരിച്ചു സാറ്? അത് വെറും നടക്കാത്തൊരു മോഹം തന്നെയാണ് സാറ് എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് അതായത് CI ഒരുപാട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് കിരണ്. അപ്പോൾ അവരെ അവിടെ നിന്ന് നാണം കെട്ട് തല കൊമ്പിട്ട് അവിടെ നിന്നും പോകുകയും ഇനി CIക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇനി ശവം എവിടെ നിന്ന് കണ്ടുപിടിക്കും? അതറിയാത്തൊരവസ്ഥയിലാണ്. ശവം കിട്ടിയാൽ മാത്രമേ കിരണിനൊക്കെ ഈ പറമ്പിൽ നിന്ന് കിട്ടിയായിരുന്നാൽ മാത്രമേ കിരണിനൊക്കെ വീണ്ടും ജയിലിൽ അടയ്ക്കാൻ പറ്റുകയുള്ളായിരുന്നു. പക്ഷെ അത് നടക്കാത്തതിനാൽ അയാൾ അവിടെ നിന്ന് തല കൊമ്പിട്ട് പോവുകയാണ്. എന്തായാലും കിരണിനോട് ആരുമില്ലാത്ത സമയത്ത് ഈ പറയുന്ന വേലുവും അതുപോലെ രതീഷും ചോദിക്കുന്നുണ്ട് എന്താണ് സാറ് സംഭവിച്ചത്? ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ട് ഡെഡ് ബോഡി, അവന്റെ ഡെഡ് ബോഡി എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്തായാലും നിങ്ങൾ അറിയണ്ട, അതെനിക്കറിയാം, ഞാനാണ് അതെടുത്ത് മാറ്റിയത് എന്ന് പറയുന്ന സമയത്ത് അവർ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഇനിയിപ്പോൾ ആരാണ് ഗംഗപ്രസാദിന്റെ തലക്കടിച്ചത് എന്ന സത്യം അത് യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് കിരൺ അറിയുന്നുണ്ട്. കിരണിനോട് വന്ന് എന്തായാലും ആള് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കിരണ് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അത് കിരൺ മറച്ചു വെക്കുകയും ചെയ്യുകയാണ്. അതുപോലെ CI ആണെങ്കിൽ തോറ്റു പിന്മാറുകയാണ്. ആദ്യമായിട്ടാണ് ഒരു കേസ് തനിക്ക് കിട്ടിയിട്ട് ആ കേസിൽ ജയിക്കാൻ പറ്റാതെ കോടതിയിൽ തല കുമ്പിട്ടൊരവസ്ഥയിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ CI പറയുകയാണ് ഇതിൽ ഞാൻ തോറ്റുപോയി. എന്തായാലും കിരണിനായിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒരു നാണക്കേട് പോലെയാണ്, എൻ്റെ ഒരു വലിയൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപിട്ട് ഇറങ്ങിയത്. എന്തായാലും ഗംഗപ്രസാദിനെ കൊന്നത് താനാണെന്നും അത് ബോഡി മറവ് ചെയ്തത് താനാണെന്നും ഒക്കെ എനിക്കറിയാം. എന്തായാലും അത് ഇവിടെ അവസാനിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും നമ്മുടെ കല്യാണി അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവൾക്കും വലിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. എന്തായാലും കല്യാണിയെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പറയുന്ന വിക്രമായാലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫി ആയാലും കല്യാണി അപകടപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവളെ ചുറ്റും തന്നെ നിൽക്കുന്ന അവൾക്ക് കാവലായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.